കാരണഭൂതൻ കേരളം ഭരിച്ചിടുന്ന കാലം കേരളത്തിലെ പോലീസുകാർ എല്ലാവരും ഈ സഖാക്കളുടെ ചവിട്ടുമിടിയും ആകണമെന്നാണോ ഈ നമ്മുടെ കാരണഭൂതന്റെ നിലപാട്? ഇന്നലെ നാം കണ്ടിരുന്നു ഒരു പോലീസുകാരനെ മർദ്ദിക്കുന്നത്. പക്ഷെ പോലീസുകാരനെതിരെ, മർദ്ദനമേറ്റ പോലീസുകാരനെതിരെയാണ് ജാമ്യമില്ലാത്ത കേസെടുത്തിരിക്കുന്നത്. ഈ അടിച്ചവർക്കെതിരെ വലിയ കേസൊന്നുമില്ല. എന്താണ് ഈ നീക്കങ്ങൾക്ക് പിന്നിൽ? കേരളത്തിലെ മുന്നണി ഭരണം നിലനിൽക്കുന്ന സമയങ്ങളിലെല്ലാം ഭരിക്കുന്ന പാർട്ടി എപ്പോഴും കയ്യിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വകുപ്പാണ് ആഭ്യന്തര വകുപ്പ്. ഈ ആഭ്യന്തര വകുപ്പ് കയ്യിൽ വയ്ക്കുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ രാഷ്ട്രീയമായിട്ട് പല കാര്യങ്ങളിലും ഇടപെടുകയും അവർക്ക് വേണ്ടപ്പെട്ടവരെ സഹായിക്കുകയും അവർക്ക് എതിർക്കുന്നവരെ ഒതുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ BJP റായ് ഉപയോഗിക്കുന്നു, ED ഉപയോഗിക്കുന്നു, എൻഫോഴ്സ്മെൻറ്റിന് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവരുടെ കയ്യിൽ ആഭ്യന്തരം വച്ചിട്ട് ഇവരെന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഈ രണ്ട് പാർട്ടിക്കാരായാലും കോൺഗ്രസ് ആയാലും ഈ ഭരണങ്ങൾ ഓരോ തവണയും മാറി മറിയുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ആഭ്യന്തര വകുപ്പിൻ്റെ കഴിവാണ്. കരുണാകരൻ്റെ കാലത്തായാലും അത് വലിയ പരാതികളൊന്നും ഇല്ലാതെ ആഭ്യന്തര വകുപ്പ് ഭരിച്ചുകൊണ്ട് പോയ ഒരാൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ബാക്കി ആഭ്യന്തര വകുപ്പ് മന്ത്രിമാരെല്ലാം അവരുടെ പാർട്ടിയുടെ താല്പര്യങ്ങൾ വളർത്താൻ വേണ്ടിയിട്ടും അവരുടെ കുട്ടി സഹാക്കന്മാരുടെയും അദ്ദേഹത്തിനാണെങ്കിൽ പെരുന്നയിലെ പോപ്പിനും താല്പര്യമില്ല. ഏതാ? അല്ല, തിരുവഞ്ചൂരിൽ അതല്ല ഞാൻ പറഞ്ഞത്. ഈ ആഭ്യന്തര വകുപ്പിൽ വലിയ ഈ എന്താ പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ വളരെ കുറഞ്ഞിരുന്ന ഒരു സമയമാണ് തിരുവഞ്ചൂരിൻ്റെ സമയം എന്ന് പറയുന്നത്. കരുണാകരൻ്റെയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെയോ സമയത്ത് സാധാരണഗതിയിൽ ചെന്ന്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ സമയത്ത് ഖദർ വിട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറുന്ന അതേ ലാഘവത്തോടെ തിരുവഞ്ചൂരിൻ്റെ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ കയറി കഴിഞ്ഞാൽ വലിയ കാര്യമില്ല. കാര്യം അവരൊരു നിയമം പറയും പോലെ ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു രീതിയാണ്. അപ്പം അയാൾ പറഞ്ഞു കൊടുക്കും, മർദ്ദനമാണ്, നമുക്ക് ഇപ്പോൾ FIR ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അറസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ജാമ്യത്തിന് വേണമെങ്കിൽ നമ്മൾ വേണമെങ്കിൽ. ഇത് അങ്ങനെയല്ല. ഈ ഒരു കഴിഞ്ഞ 10 വർഷത്തെ ഭരണം വളരെ ക്രൂരമായ മർദ്ദനങ്ങൾക്കും വളരെ ക്രൂരമായിട്ടുള്ള പോലീസ് ഇടപെടലുകൾക്കും സാക്ഷിയായ 10 വർഷങ്ങളാണ് കടന്നു പോകുന്നത്. അത് പല മരണങ്ങളായാലും, നമ്മുടെ സിദ്ധാർത്ഥൻ്റെ മരണമായാലും പല രീതിയിലുള്ള പോലീസിൻ്റെ ഇടപെടലുകളെല്ലാം പാർട്ടിക്ക് അനുകൂലമാക്കാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്ന ആളെ ഇരുത്തിയിരിക്കുന്നത് ഒരു സൂപ്പർ DGP ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇരിക്കുമ്പോഴത്തേക്ക് DGPക്ക് വലിയ റോളൊന്നുമില്ല. അതെല്ലാം പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഓഫീസ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഷാജഹാൻ അടക്കം പല പത്രപ്രവർത്തകരെയും ചാനൽ പ്രവർത്തകരെയും എല്ലാം ഒതുക്കുന്നതും എതിർ ശബ്ദങ്ങളെ മുഴുവൻ ഒതുക്കുക എന്നുള്ളത് കിങ് ജോങ് ഉന്നിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ സ്റ്റാലിൻ്റെ രീതിയിലുള്ള ഒരു കമ്മ്യൂണിസത്തിൻ്റെ ഒരു രീതിയാണ്. അത് നമ്മൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവരുടെ രക്തത്തിലുള്ളതാണ്. അപ്പോൾ സഖാക്കളെ കഴിഞ്ഞ അതാണ് വലിയ തുറ ശബ്ദമുയർത്താൻ കേരള പോലീസിന് കഴിയത്തില്ല. കാര്യം ഇവര് നമ്മുടെ പണ്ട് ഇരുന്ന നമ്മുടെ ജയരാജൻ പറഞ്ഞ മാതിരി ഈ പാടത്ത് ജോലിയാണെങ്കിൽ വരമ്പത്ത് കൂലി കൊടുക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അത് ഉദ്യോഗസ്ഥന്മാർക്കുള്ള ഒരു കൃത്യമായിട്ടുള്ള മെസ്സേജാണ്. സഹാക്കന്മാർ പറയുന്നത് കേട്ട് നടന്നാൽ നിങ്ങൾക്കൊക്കെ കൊള്ളാമെന്നുള്ള രീതിക്ക് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പല കാര്യങ്ങളും അങ്ങനെയാണ്. കാര്യം ഈ VS അച്യുതാനന്ദനെതിരായിട്ട് ഉള്ള ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് പല പ്രാവശ്യം പോയിട്ടും പോലീസ് കേസെടുക്കത്തില്ല. കാര്യം ഈ ഭരിക്കുന്നവർക്കെതിരായിട്ട് ഒരു കേസെടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനോ FIR സംവിധാനമോ ഒന്നും തയ്യാറാവുന്നില്ല. പറയും ഞങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമാണെന്നൊക്കെ പറയുമെങ്കിലും പാർട്ടിയുടെ കൽപ്പനകൾ ഇപ്പം CPM ഭരിക്കുമ്പോഴത്തേക്ക് നമുക്ക് പച്ചയായിട്ട് തന്നെ പറയാം, ഓരോ ഏരിയ സെക്രട്ടറിക്കും ഓരോ പോലീസ് സ്റ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ആ പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നത് ആ ഏരിയ സെക്രട്ടറി തന്നെയാണ്. ഏരിയ സെക്രട്ടറിക്ക് അല്ലാതെ CA വിളിച്ചിട്ട് വേറൊന്നും പറയാൻ സാധിക്കത്തില്ല. വേറെ ആര് പറഞ്ഞാലും അവർ കേൾക്കത്തില്ല. അപ്പം ഏരിയ സെക്രട്ടറിമാരാണ് യഥാർത്ഥത്തിൽ സൂപ്പർ CIമാരായിട്ട് ഓരോ സ്റ്റേഷനിലും ഭരിക്കുന്നത്. അവരുടെ ഉത്തരവനുസരിച്ചിട്ടാണ് ഇവർ ഓരോരുത്തരും ചെയ്യുന്നത്. കുട്ടി സഹാക്കന്മാരാണെങ്കിൽ ഖദറിട്ടിട്ട് സ്റ്റേഷനിൽ പോകുമായിരുന്നു പണ്ട് ഓരോ കാര്യങ്ങൾ. ഇപ്പോഴാണെങ്കിൽ സ്റ്റേഷനിൽ പോകേണ്ട കാര്യമല്ല, എല്ലാം ഫോണിൽ പറഞ്ഞോളൂ. എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് പറഞ്ഞോളും, പറയുന്നത് കേട്ടങ്ങ് ചെയ്തുകൊണ്ടാൽ മതി എന്നുള്ളത്. അപ്പം ഇദ്ദേഹം വലിയതുറ സ്റ്റേഷനിലായിരിക്കുമ്പോഴത്തേക്ക് ഈ ന്യൂ ഇയറിന് രാത്രി ലേറ്റായിട്ട് DJ പാർട്ടി നടത്തിയതിന് പിരിച്ചുവിടാൻ ചെന്നപ്പോഴത്തേക്ക് മർദ്ദിച്ചു എന്നുള്ളതാണ്. ഇത് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട് ഇതിൻ്റെ പുറത്ത്. അതായത് വിദ്യാർത്ഥികളെയോ അല്ലെങ്കിൽ സംഘടനാ നേതാക്കളെയോ മത്സരിക്കുന്നവരെ ഞങ്ങൾ യൂണിഫോം ഊരിയിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കളയെന്ന് പറഞ്ഞു ഒരുപാട് ഇത് ഒരു പോലീസുകാരനാണ്, ഒരുപാട് CIമാരെ തല്ലിച്ചതച്ച സംവിധാനങ്ങൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട്.
അവരുടെ രാഷ്ട്രീയ വിരോധം തീർക്കുന്നത് അവർ സിവിൽ ഡ്രസ്സിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡ്യൂട്ടിയിലല്ലാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ സ്റ്റേഷനിൽ നിന്ന് ഡ്യൂട്ടി മാറിപ്പോവുകയോ അല്ലെങ്കിൽ അവർ ക്യാമ്പിലോട്ട് പോവുകയോ ചെയ്യുമ്പോഴത്തേക്ക് ഇവരുടെ കുടുംബാംഗങ്ങളെയും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു രീതി കാണുന്നു. അപ്പോൾ ഇത് പോലീസുകാരിൽ ഭയം സൃഷ്ടിക്കാനും പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സംവിധാനം വളർത്തിയെടുക്കാനും വേണ്ടിയിട്ടുള്ള, ഇത് കേരളത്തിലെ ഇതേ രീതിയിൽ ഇന്ത്യയിൽ ഇത്രയും നടക്കുന്നത് വെസ്റ്റ് ബംഗാളിൽ മാത്രമേ നടക്കുള്ളൂ എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. കാര്യം പോലീസിനെ ഇത്രയും അയച്ചു വിട്ടിരിക്കുന്ന മറ്റൊരു സംസ്ഥാനം വേറെ ഉണ്ടാവില്ല വെസ്റ്റ് ബംഗാൾ അല്ലാതെ. കാര്യം ആരെങ്കിലും തുമ്മിയാൽ പ്രതികരിക്കുന്ന പോലീസ് സംഘടനകൾ മൗനത്തിലാണല്ലോ. ഈ പോലീസ് സംഘടനകൾ ദേവസ്വം സംഘടനകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയമില്ല. അപ്പോൾ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്നതാണ് അവരുടെ രാഷ്ട്രീയം. ഇപ്പം CPM ജയിച്ചു കഴിഞ്ഞാൽ ഈ അസോസിയേഷൻ പിറ്റേന്ന് ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി വിളിക്കും. കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാലും പിറ്റേ ദിവസം ആഭ്യന്തരമന്ത്രി വിളിക്കും. അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ KSTA മാതിരി ഒരു കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയം ഈ സംഘടനകൾക്കില്ല. ആരാണോ ഭരിക്കുന്നത് അവരുടെ കൂടെ നിൽക്കുന്നതാണ് അവരുടെ രാഷ്ട്രീയം. അതുകൊണ്ട് ഇവർക്ക് ഇക്കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല. കാര്യം ഇത് പൊളിറ്റിക്കൽ സെക്രട്ടറി പറയുന്ന ഒരു കാര്യമാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറി എന്താണോ ഓർഡർ കൊടുത്തിരിക്കുന്നത് അതനുസരിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. അതായത് ഓരോ പോലീസ് സ്റ്റേഷനിൽ ഓരോ ചാത്തന്മാർ, എല്ലാ ചാത്തന്മാർക്കും മൂത്ത ഒരു ചാത്തൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, ഇവരാണ് കേരളം ഭരിക്കുന്നത്. ഇവർക്ക് വഴിപ്പെട്ട് നടക്കുക എന്നുള്ളത് മാത്രമേ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഈ അടി വളഞ്ഞിട്ടടിക്കുന്ന പോലീസുകാരനെ സഹോദരിയും ചേർത്ത് ജാമ്യമില്ലാത്ത കേസിൽ പെടുത്തുകയും ഈ തല്ലിയ കുട്ടി സഹാക്കന്മാർക്ക് അവരെ വേണമെങ്കിൽ അവർക്ക് നാളെ വേണമെങ്കിൽ ചിലപ്പോൾ കോടതിയിൽ കൊണ്ടുപോയി സർട്ടിഫിക്കറ്റ് കാണിക്കും, അവർ പൈസ തികയാത്തവരാണെന്ന് പറഞ്ഞു അവരെ വേണമെങ്കിൽ ജുവനൈൽ ഹോമിലോട്ട് അയക്കും. അത്രയും സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാക്കാൻ കഴിവുള്ള ആൾക്കാരാണ് ഈ ചെയ്തത്. അപ്പോൾ ഈ അടി കൊണ്ട പോലീസുകാരൻ ജയിലിലും കിടക്കും, അടിച്ച SFIക്കാരൻ ചിലപ്പോൾ ജുവനൈൽ ഹോമിൽ നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും നമ്മൾ കാണുന്നത്. കാര്യം കുട്ടിക്കുരങ്ങന്മാരെ വിട്ട് ചുടുചോറ് മാന്തിക്കുകയും അതോടെ രാഷ്ട്രീയക്കാർക്ക് പോലീസിൻ്റെ മേളിലുള്ള അധികാരം അല്ലെങ്കിൽ അധീശത്വം ഉറപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇത്തരം സംഭവം. പക്ഷേ ഈ സഖാക്കൾ പലതവണ പുറത്തു തന്നെ പറയുന്നത് ഈ പൂർണ്ണമായി തന്നെ പിണറായി സർക്കാരിന് പോലീസിന് മേലുള്ള ഈ ഒരു നിയന്ത്രണം നഷ്ടപ്പെട്ടു, സ്വന്തം സഖാക്കൾക്ക് പോലും സ്റ്റേഷനിൽ കയറാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോലീസ് സ്റ്റേഷനുകൾ മാറിയെന്നാണ് പല നേതാക്കളും പറയുന്നത് നാം കേട്ടിട്ടുണ്ട്. അത് നമ്മളെ മുഖ്യമന്ത്രി പറയുമ്പോൾ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. മൊത്തത്തിൽ കേരളത്തിലെ സംവിധാനം ഇതാണ്. ഓരോ CIമാരുടെ മുകളിൽ ഓരോ ഏരിയ സെക്രട്ടറിമാരുണ്ട്. എല്ലാ ഏരിയ സെക്രട്ടറിയുടെ മേളിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ട്. ഇവർ ഈ ഒരു ഗ്രൂപ്പ് തന്നെയാണ് കേരളത്തിലെ പോലീസിനെ ഭരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കൈകടത്താൻ വേറെ ആർക്കും DC-യിലോ വേറെ ആർക്കും ഒരു അധികാരമില്ല. CI കൊടുത്തിരുന്നു. പിന്നെ മറ്റുള്ളവർക്ക് ഇടപെടുന്ന ഇതിനേക്കാളും വലിയ കേസുകളിൽ മാത്രമേ, ലാ ആൻഡ് ഓർഡറിന് പോലുള്ള വലിയ ക്രിമിനൽ കേസുകളിലൊക്കെ മാത്രം, അതായത് കുറ്റാന്വേഷണ കേസുകളിൽ മാത്രമേ പാർട്ടിയുടെ മറ്റ് സഹാക്കൾ ഇടപെടത്തുള്ളൂ. അല്ലെങ്കിൽ പാർട്ടിയുടെ സംവിധാനം എന്ന് പറയുന്നത് ഏരിയ സെക്രട്ടറി CI റിപ്പോർട്ടിംഗ് ടു ഏരിയ സെക്രട്ടറി, DGP റിപ്പോർട്ടിംഗ് ടു പൊളിറ്റിക്കൽ സെക്രട്ടറി. ഈ രീതി തന്നെയാണ് നടക്കുന്നത്. ഇതേ ഇവിടെ നടക്കുകയുള്ളൂ. ഇനിയും ഈ സർക്കാർ മൂന്നാമത് വെർഷൻ 3 വന്നു കഴിഞ്ഞാലും ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഇതാണ് അവരുടെ ഫലപ്രദമായിട്ടുള്ള അപ്പോൾ കൂടുതൽ നല്ല അടി വാങ്ങും പോലീസ്. അല്ല, ഞാൻ പറഞ്ഞത് അവരുടെ സിസ്റ്റം ഇതാണ്. ഈ സിസ്റ്റത്തിലേ നടക്കത്തുള്ളൂ. പണ്ട് നമ്മളെ സെൽ ഭരണമെന്നും പറഞ്ഞുകൊണ്ട് നയനാരുടെ കാലത്ത് വളരെ കൃത്യമായിട്ടുള്ള ഒരു സെൽ ഭരണം തന്നെ ഉണ്ടായിരുന്നു. അത് പാർട്ടിയിൽ നിന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാറ്റിയിട്ട് അപ്പോൾ പാർട്ടി കമ്മിറ്റികൾക്ക് തീരുമാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ കമ്മിറ്റികൾക്ക് തീരുമാനമില്ല. പിണറായിയെ പോലെ ഒറ്റ കമ്മിറ്റിയേ ഉള്ളൂ, അത് ഏരിയ സെക്രട്ടറി. ഏരിയ സെക്രട്ടറി എന്താ പറഞ്ഞാൽ അവിടെ സ്റ്റേഷനിൽ ഏത് കേസ് വന്നു കഴിഞ്ഞാലും CI വിളിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് ഏരിയ സെക്രട്ടറി. ഏരിയ സെക്രട്ടറി എന്ത് പറയുന്നു അതുപോലെ ചെയ്യുക. അതാണ് ആ ഉദ്യോഗസ്ഥൻ്റെ ജോലി. അല്ലെങ്കിൽ അയാൾ രാഖിരാമാണ് അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യും. അത്രയേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.